ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പൊ ഇത് മുഴുവനും നോക്കി കിടക്കുന്ന പരിപാടിയെങ്കിലേ രാവിലെ ഇവിടുന്ന് തന്നെ കുളിച്ച് പോണ്ടി വരും. എന്നത് കാര്യം പോക്കാന്ന്. എന്താ എന്തേലും പറഞ്ഞോ? അല്ല, സമയം കൊറേ കിടക്കണില്ലേന്ന് വെച്ചാ. ആ കിടന്നു. മോള് കിടക്കണില്ലേ? ഇല്ല. എന്നാ പിന്നെ ഞാനിവിടെ ഇരിക്കാം. 1-2 ഫയൽ നോക്കുമ്പോഴേക്കും കിടക്കാനുള്ള സമയമാവുമല്ലോ. അത് പറയാൻ പറ്റില്ല. വിഷ്ണുട്ടൻ കിടന്നു. അല്ല, അത് പിന്നെ എന്താ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? അല്ല, പുലിയാണെന്നോ പുപ്പുലിയാണെന്നോ ഒക്കെ പറയുന്ന കേട്ടല്ലോ. നമ്മൾ വെറും പൂച്ചയാ, പാവം പിടിച്ചവള്. വീട്ടിലെ രാജാവല്ലേ, പോയങ്ങ് തനിയെ കിടന്നു. അതെ, കുടുംബത്ത് ഇവിടെ എനിക്ക് എന്തേലും ഒരു സ്ഥാനം ഉണ്ടോന്ന് അറിയട്ടെ, എന്നിട്ടേ ഉള്ളൂ ഇനി എല്ലാ കാര്യങ്ങളും. അയ്യോ ചക്കരെ, അങ്ങനൊന്നും പറഞ്ഞാലല്ലേ. നീ തന്നെയല്ലേ ഈ കുടുംബത്തിലെ വലിയവള്. നീ പൂച്ചക്കുട്ടിയല്ല, സിംഹക്കുട്ടിയാ. ഞാൻ വേണമെങ്കിൽ പൂച്ചയോ പട്ടിയോ എന്ത് വേണമെങ്കിൽ ആവാം. അതെ, നിങ്ങൾ ആണുങ്ങൾക്കൊരു ധാരണയുണ്ട്, കുടുംബമൊക്കെ ഭരിക്കാൻ നിങ്ങൾക്ക് മാത്രമേ അറിയൂന്ന്. നിങ്ങൾ കഴിഞ്ഞ എന്തോ ഉള്ളൂ, നിങ്ങളാണ് എല്ലാന്ന്. പക്ഷേ ഇതുപോലുള്ള സന്ദർഭങ്ങളിലെ ഒരു ഉളുപ്പും ഇല്ലാതെ ഇങ്ങനെ വന്ന് കൊഞ്ചി കഴിഞ്ഞിരിക്കുകയും ചെയ്യും. അതിനു മുമ്പേ അഹങ്കാരത്തിന്റെ മുൾമുനയിൽ നിന്ന് എന്തും പറയുകയും ചെയ്യും. പിന്നെ എന്തെങ്കിലും കാര്യം കാണാൻ സോപ്പും പതപ്പിച്ചിട്ടുള്ളൊരു വരവുണ്ട്. കഷ്ടം. എനിക്കിതെല്ലാം നോക്കി തീർക്കാതെ വരാനൊന്നും പറ്റില്ല. ഇത് നോക്കിയിട്ട് കിടക്കാൻ നേരത്ത് ഞാൻ വിളിക്കാം. അതെ, അങ്ങനെ പറഞ്ഞ പറ്റില്ല. കാരണം ഞാൻ ഉറങ്ങിപ്പോവും, പിന്നെ എഴുന്നേക്കില്ല കേട്ടോ. അതൊക്കെ ഞാൻ എഴുന്നേൽപ്പിച്ചോളാം. പോയി കിടക്ക് പോ. വിളിക്കോ? ആ, വിളിക്കാം. ഇത്രയുള്ള ഈറ്റകളൊക്കെ കാര്യം. അതെ, പോകുന്നതിന് മുമ്പ് ഒരു കട്ടൻ ചായ എടുത്തോണ്ട് വെക്ക്. നോക്കണ്ട, കിച്ചണിലെ ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട്. എന്തേ പൂച്ചയ്ക്ക് ചായ എടുത്തു കൊടുക്കുന്നതിൽ വീട്ടിലെ പുലിക്ക് പ്രശ്നം എന്തേലും ഉണ്ടോ? എന്ത് പണി ഇപ്പെടുത്തോണ്ടോ? കെട്ടിപ്പൊടി കെട്ടിപ്പൊടിയിടോ, കണ്ണാളോ പയ്യപ്പൊടി കെട്ടിപ്പൊടിയിടോ. ഓഹ്, ഇനിയിപ്പോ ചായ കിട്ടിയില്ലെന്ന് വേണ്ട. ഒരു ഭർത്താവാണ് എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്യണം എന്റെ ഭഗവാനെ. ശരിയാക്കി തരാട്ടാ, കുടിപ്പിച്ച് കിടക്കും ഞാൻ. ദൈവമേ, ഈ കട്ടല്ല അവള് വീഴണേ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ. ചായ ചൂട് ചൂട് ചൂട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. ഉറങ്ങിപ്പോയാലും വിളിക്കണേ. കുടിച്ചോ കുടിച്ചോ. കെട്ടിപ്പൊടി കെട്ടിപ്പൊടിയിടോ, കണ്ണോളോ. ഇവിടെ ഒരു കർട്ടൻ വേണം. ആ,
ഇതെന്താ? ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഹസ്ബൻഡ്. സത്യമാണോ? സ്വപ്നമല്ല, യാഥാർത്ഥ്യം. നമ്മൾ രണ്ടുപേരും കൂടി വിഷ്ണുട്ടന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാ. ഞാൻ എന്നാ മക്കളെ വിളിക്കാം. അവരുറങ്ങിക്കോട്ടെ. ഇത് നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ആഘോഷ. നമുക്ക് ഓർക്കാൻ വേണ്ടി. മക്കൾക്ക് ഓർക്കാനേ നാളെ നമുക്ക് വേറെ കേക്ക് മുറിക്കാം, നല്ല ആഘോഷമായിട്ട്. ദേ, വെയിറ്റ്, അതേത് ഊത്. കട്ടിട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആദ്യം പിറന്നാളുകാരന്. ഞെട്ടിച്ചളഞ്ഞല്ലോ. ഹാപ്പി ബർത്ത്ഡേ.